إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങളിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹീമിൽ അല്ലാഹു നൽകിയ ഏതാനും ചില അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിപ്പറഞ്ഞു നൽകുന്നു. അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار. الله പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത്. 7 ആകാശങ്ങളും സമാനമായി ഭൂമികളും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. ആകാശത്ത് നിന്ന് സമൃദ്ധമായി അല്ലാഹു അതാ മഴ വർഷിപ്പിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ മഴ മുഖേന വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ, കായ്കനികൾ, ഭക്ഷിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ചെടികൾ തുടങ്ങി അനേകം ഭക്ഷ്യ വിഭവങ്ങൾ അല്ലാഹു തആല മുളപ്പിച്ചു നൽകുന്നു. വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി. അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം കടലിലൂടെ സഞ്ചരിക്കാൻ കപ്പലുകൾ അല്ലാഹു തആല സംവിധാനിച്ചു തന്നു. വസഖറ ലക്കുമുൽ അൻഹാർ, അതുപോലെ നദികൾ, പുഴകൾ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നു.
വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ. തീർന്നില്ല, വീണ്ടും അള്ളാഹു പറയുന്നു, മാറി മാറി വരുന്ന സൂര്യനെയും ചന്ദ്രനെയും അഥവാ പകലുകൾ നിങ്ങൾക്ക് നാം സംവിധാനിച്ചു തന്നു. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ. രാവും പകലും രാത്രിയാകുന്നു, വീണ്ടും പകലിലേക്ക് പോകുന്നു. രാത്രി നിലനിൽക്കുന്നില്ല, പകൽ നിലനിൽക്കുന്നില്ല, മറിച്ചിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ആ രൂപത്തിൽ നിങ്ങൾക്ക് സംവിധാനിച്ച് നൽകിയിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്. നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചത്, നിങ്ങൾ ചോദിച്ചതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെങ്ങാനും എണ്ണി തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ നിങ്ങൾക്കതിന് സാധ്യമല്ല. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, ലളലൂമുൻ കഫാർ, അവൻ അതിക്രമകാരിയാണ്, അക്രമിയാണ്, അതുപോലെ നന്ദി കെട്ടവനുമാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിപ്പറഞ്ഞ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ നമുക്ക് സംവിധാനിച്ചു തന്നു. അള്ളാഹു ഓരോന്നും എണ്ണിപ്പറയുകയാണ്. ഈ കാണുന്ന ഭൂമി വ്യത്യസ്തങ്ങളായ രൂപത്തിൽ, പല രൂപത്തിലാണ് അള്ളാഹു തആല ഭൂമിയെ സംവിധാനിച്ചത്. എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. വീട് വെക്കാൻ, നടക്കാൻ, അതുപോലെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഉള്ള സ്ഥലം ഭൂമി പോലെയല്ല. കൃഷിക്ക് അള്ളാഹു തആല സംവിധാനിച്ച ഭൂമി വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങൾ. വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചു. അതാ ആകാശം ഒരു മേൽക്കൂര പോലെ നമുക്ക് കാണാൻ തൂണുകളൊന്നുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ഇനി അതാ ആകാശത്ത് നിന്ന് സമൃദ്ധമായി അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. ആ മഴ എന്നത്, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. മഴയെക്കുറിച്ച് അള്ളാഹു കാരുണ്യമെന്നാണ്, റഹ്മത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടിയാണ്. ആ മഴ മുഖേനയാണ്, പ്രിയമുള്ളവരെ, നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ അത് മുളയ്ക്കുന്നത്, കൃഷികൾ, അത് ഈ മഴ അത് ഭൂമിയിൽ സ്പർശിക്കുമ്പോഴാണ്. എന്നിട്ട് അതാ അല്ലാഹു തആല നമുക്ക് സഞ്ചരിക്കാനുള്ള നമ്മുടെ വാഹനം എന്ന നിലക്ക്, പഴയകാലത്ത് പ്രത്യേകിച്ച് കൂടുതൽ ധാരാളമായി ഉപയോഗിച്ചിരുന്ന യാത്രാ വാഹനമാണല്ലോ കപ്പൽ. അല്ലാഹു അതാ കപ്പലുകൾ നിങ്ങൾക്ക് നാം സംവിധാനിച്ചു തന്നിരിക്കുന്നു എന്നറിയിക്കുന്നു. ആർത്തിരമ്പുന്ന തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കാൻ അല്ലാഹു തആല കപ്പലുകൾ സംവിധാനിച്ചു നൽകിയിരിക്കുന്നു. അതുപോലെ പുഴകൾ, നദികൾ, ആ നദികളും പുഴകളും അനുഗ്രഹമാണ്. കൃഷിക്കാർക്ക് വെള്ളമെടുക്കാൻ അതുപോലെയുള്ള അനേകം ഉപയോഗങ്ങൾ പുഴകൾ കൊണ്ട്, നദികൾ കൊണ്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പകലുകളെ കുറിച്ച് പറയുകയാണ്. രാവും പകലും അല്ലാഹു സംവിധാനിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, രാത്രി മാത്രമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിത വ്യവസ്ഥ? പകല് മാത്രമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിത വ്യവസ്ഥ? എന്നാൽ അല്ലാഹു അങ്ങനെ ആക്കിയില്ല. മാറി മാറി വരുന്നു പകലുകൾ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, അല്ലാഹു പറഞ്ഞ വാക്കുണ്ടല്ലോ, അതാണ് എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞു, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്. നിങ്ങൾ ചോദിച്ചതെല്ലാം നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ചില മുൻഗാമികൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, മിൻ കുല്ലി മാ സഅൽതുമൂഹു വമാ ലം തസ്അലൂഹു. നിങ്ങൾ ചോദിച്ചതെല്ലാം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ചോദിച്ചതെല്ലാം എന്നതു മാത്രമല്ല, ചോദിക്കാത്തതും അല്ലാഹു നൽകിയിരിക്കുന്നു.
സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നെണ്ണി നോക്കാൻ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ലാ തുഹ്സൂഹ എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹമുണ്ടോ, ഏതൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ, അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. സഹോദരങ്ങളെ, അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, ഓർക്കാൻ അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്, ചോദിച്ചതും ചോദിക്കാത്തതുമെല്ലാം. ഏതൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം റബ്ബിൽ നിന്നാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ അനേകമാണ് പ്രിയമുള്ളവരെ, എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഏതാനും ചിലത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാ, നമ്മൾ ഈ ഇരിക്കുന്ന ഈ മസ്ജിദിൽ നമ്മൾ വന്നിരുന്നല്ലോ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ, മുസ്ലിമീങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകിയവരായിക്കൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ മുസ്ലിമീങ്ങളാക്കിയല്ലോ. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിന് പകരം നിൽക്കാൻ ഒരനുഗ്രഹവും ഇല്ല തന്നെ. മറ്റേത് അനുഗ്രഹങ്ങൾ എടുത്തു വച്ചാലും ഈ അനുഗ്രഹത്തിന് പകരമാവുകയില്ല. ഏറ്റവും വലിയ അനുഗ്രഹം പ്രിയമുള്ളവരെ നമ്മുടെ ഹിദായത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ സത്യവിശ്വാസികളായ അടിമകളാക്കി അള്ളാഹു നമ്മെ എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതുണ്ട്, നാം ഓർക്കേണ്ടതുണ്ട്. ഇത് അനുഗ്രഹമാണ്, ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഇത് നമ്മുടെ ഔദാര്യമല്ല, നമ്മൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹമല്ല. മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണപ്പെരുപ്പം കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് യാതൊന്നും കുറയാനോ കൂടാനോ ഇല്ല പ്രിയമുള്ളവരെ. അവനെന്നെന്നും അസീസാണ്, പ്രതാപിയാണ്. അവനെന്നെന്നും റഹ്മാനാണ്, അവനെന്നെന്നും റഹീമാണ്, അവനെന്നെന്നും ഹയ്യാണ്, അവനെന്നെന്നും അൽ ഖയ്യൂമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. അതിനുശേഷം പ്രിയമുള്ളവരെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് അള്ളാഹു നമ്മെ നയിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ്. മുസ്ലിമായി എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചു തന്ന പാത, അതിലേക്ക് അള്ളാഹു നമ്മെ വഴി നടത്തി എന്നത് വലിയ അനുഗ്രഹമാണ്. ഇസ്ലാമിൻ്റെ പേര് മാത്രമല്ല, മറിച്ച് സുന്നത്തിൻ്റെ ആളുകൾ കൂടിയാവുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന കൂടെയുള്ള ചിലർ പറഞ്ഞതായി കാണാം. അല്ലാഹുമ്മ അമിത്ന അലൽ ഇസ്ലാമി വസുന്ന. അല്ലാഹുവേ, ഞങ്ങളെ ഇസ്ലാമിലായിക്കൊണ്ടും സുന്നത്തിലായിക്കൊണ്ടും നീ മരിപ്പിക്കണേ എന്നാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളായി അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ സുന്നികളായി നമ്മെ നീ മരിപ്പിക്കണേ എന്ന പ്രാർത്ഥന എത്ര മനോഹരമാണ്, എത്ര മഹത്തരമാണ്. അത് കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിലേക്ക് അള്ളാഹു പറഞ്ഞതുപോലെ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം നഫ്സിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? എത്ര അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ശരീരത്തിലെ അനുഗ്രഹങ്ങൾ മാത്രം എണ്ണാനൊന്ന് നോക്കിയാൽ പ്രിയമുള്ളവരെ സാധിക്കുകയില്ല. നാം ഈ കാണുന്ന കണ്ണുകൾ, ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വ്യാപ്തി തിരിച്ചറിയണമെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചു പിടിച്ചാൽ മതി. ഒന്ന് കണ്ണടച്ചു നോക്കൂ പ്രിയമുള്ളവരെ, എന്താണ് അവസ്ഥ? കൂരാക്കൂരിട്ടാണ്. അതാണ് സ്ഥിരമായി നമ്മുടെ അവസ്ഥയെങ്കിൽ എന്തായിരിക്കും? നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇരു കണ്ണുകൾ, ഇതാ ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ നാവ്, അതുപോലെ നമുക്ക് അല്ലാഹു നൽകിയ, ഓരോരുത്തർക്കും നൽകിയ നമ്മുടെ നാവുകൾ. അല്ലാഹു പറഞ്ഞില്ലേ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ? രണ്ട് ചുണ്ടുകളും നാവും നാം നൽകിയില്ലയോ? പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതെത്ര വലിയ അനുഗ്രഹമാണ്. കണ്ണുകൾ കാണാത്ത, സംസാരിക്കാൻ സാധിക്കാത്ത, കാതുകൾ കേൾക്കാത്ത ആളുകളെ നാം കണ്ടിട്ടില്ലേ? എന്തൊരു പ്രയാസമാണ് നമ്മുടെ കണ്ണിൽ അവരുടെ ജീവിതം.
ഇനി പ്രിയമുള്ളവരെ നോക്കൂ, നമ്മുടെ അവയവങ്ങളിലേക്കൊന്ന് നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ച് തന്നിട്ടുള്ളത്. നമ്മുടെ ഇരു കൈകൾ, നമ്മുടെ വിരലുകൾ, നമ്മുടെ കാലുകൾ, എത്ര മഹത്തരമായ സംവിധാനമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്. ഇനി ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലേക്കൊന്ന് ചെന്ന് നോക്കിയാൽ അത്ഭുതകരമാണ് പ്രിയമുള്ളവരെ. ഓരോന്നും അത്ഭുതകരമാണ്. ഇതിലേതെങ്കിലും ഒന്നിന് വല്ലതും സംഭവിച്ചാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്ര പണം കൊടുത്താലും അള്ളാഹു നൽകിയ ആ രൂപത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? നിങ്ങൾ നോക്കൂ, നാം ഈ ശ്വസിക്കുന്ന ശ്വാസം ഇന്നേവരെ നമ്മൾ ഒരു രൂപ ബില്ലടച്ചിട്ടില്ല. എന്നാൽ ഇതെങ്ങാനും കൃത്രിമമായി സൃഷ്ടികൾ നൽകുന്നുവെങ്കിൽ മണിക്കൂറുകൾക്ക്, ദിവസങ്ങൾക്ക് നാം എണ്ണിക്കൊടുക്കണം പൈസ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇനി തിന്നാനും കുടിക്കാനും ഉടുക്കാനും അൽഹംദുലില്ലാഹ് എത്രയാണ് പ്രിയമുള്ളവരെ നമ്മുടെ അടുക്കൽ? എത്രയാണ്? നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരത്തറിൻ്റെ മണം ഇന്നേവരെ നമുക്ക് കുറഞ്ഞിട്ടുണ്ടോ? ഭക്ഷണം കൂടുതലാണ്. ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഭാരം കൂടുമോ എന്ന് ഭയക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഫലസ്തീനിൻ്റെ മണ്ണിൽ പ്രിയമുള്ളവരെ ഭക്ഷണമില്ലാതെ മെലിഞ്ഞുണങ്ങിയ ഒട്ടിയ വയറുമായി എല്ലുകൾ പുറത്തേക്ക് തള്ളിയ രൂപത്തിൽ പിഞ്ചോമന മക്കൾ മരിക്കുന്നു, ജീവിക്കുന്നു. ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ തലകറങ്ങി വീഴുന്നു, അങ്ങനെ മരിക്കുന്നു. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? നാം കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, നാം പാഴാക്കി കളയുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വിവാഹ സദസ്സുകളിൽ, വിവാഹ വീടുകളിൽ എത്രയാണ് പ്രിയമുള്ളവരെ കൊണ്ടുപോയി തള്ളുന്നത്? മരങ്ങൾക്ക്, തെങ്ങുകൾക്ക്, വാഴകൾക്ക് വളമായിക്കൊണ്ട് രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വലിച്ചെറിയുമ്പോൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഇതില്ലാത്ത, ഇത് കിട്ടാത്ത, ഒരിറക്ക് വെള്ളത്തിന് പോലും കഷ്ടപ്പെടുന്ന എത്ര ആളുകൾ ലോകത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? നിരാവിലെയും നമ്മൾ കഴിച്ചില്ലേ? അൽഹംദുലില്ലാഹ്. എത്ര സുഭിക്ഷമായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഇന്ന് രാവിലെ പ്രഭാതത്തിന് പ്രഭാത ഭക്ഷണം കഴിക്കാനില്ലാത്ത എത്ര ആളുകളുണ്ട്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം ഉടുത്ത് അണിഞ്ഞൊരുങ്ങി ഇതാ മസ്ജിദിൽ വന്നിരിക്കുന്നു. ശീതീകരിച്ച മുറിയാണിത്. തണുപ്പുണ്ട് അൽഹംദുലില്ലാഹ്, വെളിച്ചമുണ്ട് അൽഹംദുലില്ലാഹ്, നല്ല ശബ്ദമുണ്ട് കേൾക്കാൻ അൽഹംദുലില്ലാഹ്. ഇതൊന്നുമില്ലാത്ത എത്ര ആളുകളുണ്ട് പ്രിയമുള്ളവരെ? റോഡുകളിൽ കന്നുകാലികൾ നടന്നു പോകുന്ന വഴികളിൽ, വഴിയോരങ്ങളിൽ നിന്ന് നിസ്കാരം നിർവഹിക്കുന്ന എത്ര ആളുകളുണ്ട്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം? അതുപോലെ പ്രിയമുള്ളവരെ, എത്രയോ വലിയ അനുഗ്രഹമാണ് നമ്മുടെ നിർഭയത്വം. ഒരുപാട് ദൂരെ നിന്ന് ഞാനിതാ യാത്ര ചെയ്തു വന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ ഭയന്നാൽ മതി. അതുപോലെ നമ്മൾ ഓരോരുത്തരും നിർഭയത്വത്തോടു കൂടി വന്നു, ഒരാളെയും പേടിക്കാതെ. ചുറ്റും പട്ടാളക്കാർ, ക്രൂരന്മാർ നോക്കി നിൽക്കെ ഭയന്നുകൊണ്ട് സുജൂദ് ചെയ്യുന്ന, നിസ്കാരം നിർവഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ കാണാറില്ല പ്രിയമുള്ളവരെ? നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എത്ര വലിയ അനുഗ്രഹങ്ങളിലാണ് നാം. ഇതെല്ലാം ഉണ്ടായിട്ടും പ്രിയമുള്ളവരെ നമ്മുടെ പരാതി അവസാനിച്ചോ? മക്കളെ, പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, എത്രയാണ് നിങ്ങളുടെ പരാതികൾ? എത്രയാണ് പരാതികൾ നിങ്ങളുടെ? നല്ല വസ്ത്രങ്ങൾ ഒരുപാടുണ്ടായാലും പിന്നെയും ചോദിക്കും, പിന്നെയും തർക്കിക്കും, പിന്നെയും പ്രശ്നമല്ലേ? എത്ര ആളുകളാണ് ഇതുപോലെ കുടുംബത്തിലെ, വീടുകളിലെ ശല്യം സഹിക്കവയ്യാതെ ലോൺ എടുക്കുന്നത്? ആർഭാടം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അതിൻ്റെ 1% പോലും ഇല്ലാത്ത ആളുകളില്ലേ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാം എത്ര വലിയ അനുഗ്രഹങ്ങളിലാണ്.
എന്നിട്ടും നമ്മുടെ പരാതികൾ അവസാനിക്കുന്നില്ല എങ്കിൽ എന്ത് മറുപടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം പറയുക? ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്ന ആയത്ത് പ്രിയമുള്ളവരെ ആർക്കാണ് ഇറങ്ങിയത് എന്ന് നമ്മൾ അറിയുമോ? സ്വഹാബത്തിനാണ്. പച്ചവെള്ളവും ഈത്തപ്പഴവും ഭക്ഷിച്ചുകൊണ്ടിരുന്ന സ്വഹാബത്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തത്. ഇന്നെന്തൊക്കെ ഭക്ഷണ വിഭവങ്ങളാണ്, എന്തൊക്കെ ഭക്ഷണ വിഭവങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ പരാതികൾ അവസാനിച്ചോ? നമ്മുടെ ആർഭാടം അവസാനിച്ചോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നൽകി എന്ന് ചോദിക്കുന്നവരില്ലേ നമ്മിൽ പലരും? എന്തിൻ്റെ കുറവാണുള്ളത്? എന്തിൻ്റെ കുറവാണുള്ളത്? ഒരു കുറവുമില്ല. എന്നാലും പരാതികൾ തീരാത്ത എത്ര ആളുകളുണ്ട്. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. ഒരിറക്ക് വെള്ളം കുടിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം ചിന്തിക്കണം, എത്ര വലിയ അനുഗ്രഹമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഭക്ഷണ പദാർത്ഥം അതിങ്ങനെ വായയിലേക്ക് വെക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ. ഇതിറങ്ങാത്ത എത്ര ആളുകളുണ്ട്. തൊണ്ടയിലൂടെ ഇറങ്ങാത്ത, താഴേക്ക് പോകാത്ത എത്ര ആളുകളുണ്ട്. ആശുപത്രികളിലേക്ക് പ്രിയമുള്ളവരെ പോയി നോക്കിയിട്ടുണ്ടോ? വായയിലൂടെ ഭക്ഷണം പോകാത്തവർക്ക് മറ്റു പല വഴിയിലൂടെയുമാണ് ഭക്ഷണങ്ങൾ നൽകുന്നത്. കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗികളില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കുടിക്കുന്നു, വലിച്ചെറിയുന്നു. അഹങ്കാരം തീർന്നോ? നേരം പുലരുമ്പോൾ തുടങ്ങിയത് അർദ്ധരാത്രി കഴിഞ്ഞാലും നമ്മൾ തെരുവുകളിലാണ്. മുസ്ലിം ഉമ്മത്തിലെ ആണും പെണ്ണും തെരുവുകളിലാണ്. തിന്ന് തന്നെ, കുടിക്കുക തന്നെ, ഉടുക്കുക തന്നെ. ഏത് മേഖലകളിലും നമ്മളാണുള്ളത്. എന്നാലും നമ്മുടെ പരാതി അവസാനിച്ചോ? നമ്മുടെ പരാതികൾ അവസാനിച്ചോ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യുമ്പോൾ എന്തു മറുപടിയാണ് പറയാനുള്ളത്? ഈ ഉടുത്തൊരുങ്ങി വന്ന, അണിഞ്ഞൊരുങ്ങിയ, നല്ല വീടുകളിൽ താമസിക്കുന്ന, അൽഹംദുലില്ലാ, നമ്മളും വീടുകളില്ലാത്ത, പട്ടിണി കൊണ്ട് മരണപ്പെട്ടവരും പ്രിയമുള്ളവരെ നാളെ മഹ്ശറിൽ വരികയില്ലേ? എന്തുണ്ട് റബ്ബിനോട് മറുപടി പറയാൻ? നമ്മുടെ കയ്യിൽ മറുപടി ഉണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചോദിച്ചതും ചോദിക്കാത്തതും എല്ലാം നൽകിയിട്ടുണ്ട്. നമ്മൾ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടവരാണ്. അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം സമുദായത്തോട്, ഖൗമിനോട് പറഞ്ഞു, ഫദ്കുറു ആലാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. വിജയമുണ്ടാകും, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും, ഇഹലോകത്തും പരലോകത്തും. അതാ മഹാനായ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിനോട് പറയുന്നു, ഫദ്കുറു ആലാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവരായി തീരരുത്. അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, തിന്നും കുടിച്ചും എല്ലിൻ്റെ അകത്ത് കയറിപ്പോയതാണ് എന്ന് പറയാറുണ്ട്. എന്നിട്ട് സകലമാന ദുൽമും അതിക്രമങ്ങളും ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. മഹാന്മാരായ അമ്പിയാക്കൾ സമുദായത്തോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരായി തീരരുത്. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അറിയിക്കുന്നു, വഇദ് ഖാല മൂസ ലിഖൗമിഹി യാ ഖൗം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഖൗമിനോട് പറഞ്ഞ സന്ദർഭം, എൻ്റെ സമുദായമേ, ഉദ്കുറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. ഇദ് ജഅല ഫീകും അംബിയാ,
ബനൂ ഇസ്രായേലരെ, നിങ്ങളിൽ നിന്ന് അല്ലാഹു നബിമാരെ നിശ്ചയിച്ചു. നിങ്ങളിൽ നിന്ന് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. വജഅലകും മുലൂക, നിങ്ങളിൽ ഒരുപാട് രാജാക്കന്മാർ, ഭരണാധികാരികളെ അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. വആതാകും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ, ലോകരിൽ ഒരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണെന്ന് നോക്കൂ. എന്താണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. നബിമാർ വന്നു, രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, ഒരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ബനൂ ഇസ്രായേലർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ്. അതാ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ ഓർമ്മപ്പെടുത്തുന്നു, ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇത് അൻജാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് വയുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും, ഫിർഔനും കൂട്ടരും നിങ്ങളെ ക്രൂരമായി ശിക്ഷിച്ച ആ സന്ദർഭം, നിങ്ങളിലെ സ്ത്രീകളെ വെറുതെ വിടുകയും പുരുഷന്മാരെ അഥവാ ആൺകുട്ടികളെ കൊന്നുകളയുകയും ചെയ്തവനാണവൻ. അള്ളാഹുവിൻ്റെ അനേകം അനുഗ്രഹങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരുപാട് ആയത്തുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട്, ഈ സമുദായത്തോട് പറഞ്ഞ കാര്യം, വാക്കുകൾ നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖൂ, അള്ളാഹുവിൻ്റെ പാർശ്വം അത് നിങ്ങൾ മുറുകെ പിടിക്കുക. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥ സത്യദീൻ, യഥാർത്ഥ സത്യപാത, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. എന്നിട്ട് പറഞ്ഞു, വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഔസും ഖസ്റജും പോലെയുള്ള വലിയ വലിയ ഗോത്രങ്ങൾ, കാലങ്ങളോളം യുദ്ധത്തിലായിരുന്ന, തൊട്ടതിനും എടുത്തതിനും യുദ്ധം ചെയ്തിരുന്ന, അങ്ങനെ ശത്രുതാ മനോഭാവവുമായി ജീവിച്ചിരുന്ന ആളുകളെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഹൃദയങ്ങൾ കടുപ്പം നൽകി. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവരതാ സഹോദരങ്ങളായി തീർന്നു, ആദർശ സഹോദരങ്ങളായി തീർന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. ഫഅൻഖദകും മിൻഹാ, ആ നരകത്തിന്റെ വക്കിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളെ കാക്കുകയുണ്ടായി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതി ലഅല്ലകും തഹ്തദൂൻ, അപ്രകാരമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ആയത്തുകൾ നിങ്ങൾ കോതി കേൾപ്പിക്കുന്നത്, നിങ്ങൾ ഹിദായത്തിലാവാൻ വേണ്ടി. സഹോദരങ്ങളെ, ഒരുപാട് ആയത്തുകൾ ഇതുപോലെ ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് വിസ്മരിച്ച് മറന്നുകൊണ്ട് ജീവിക്കുന്നവരായി പോവരുത് ഞാനും നിങ്ങളും. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നാം. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ മാത്രമേ അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവന് നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനേകം അനുഗ്രഹങ്ങളിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, ഓർക്കണം എന്ന് അല്ലാഹു നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും ചില ആയത്തുകളാണ് നമ്മൾ കേട്ടത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ
നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഗുണം എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. കാരണം ഏതൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരനുഗ്രഹവും ചെയ്തു തരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തേട്ടം, നമ്മുടെ ദുആ, നമ്മുടെ ചോദ്യം ആത്യന്തികമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആയിരിക്കണം. നമ്മുടെ തവക്കുൽ, നമ്മുടെ പ്രതീക്ഷ റബ്ബിൽ മാത്രം അർപ്പിക്കാൻ അത് നമ്മെ സഹായിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാലാണ് പ്രിയമുള്ളവരെ സൃഷ്ടികളിലേക്ക് നമ്മുടെ ഖൽബ് പോവുക, അള്ളാഹു അല്ലാത്തവരിലേക്ക്. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് അള്ളാഹു. ആ റബ്ബിനെ വിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നവരോട് പോയി ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത് ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ്, ഇത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ യഥാർത്ഥ റബ്ബിൻ്റെ അടിമകളാവാൻ നമുക്ക് സാധിക്കും. നിഷ്കളങ്കമായി റബ്ബിന് മാത്രം നമ്മുടെ ആരാധനകൾ സമർപ്പിക്കാൻ സാധിക്കും, തെറ്റിപ്പോവുകയില്ല. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിന് വഴിപ്പെടാൻ നമ്മെ അത് പ്രേരിപ്പിക്കും. അനുഗ്രഹങ്ങൾ, ധാരാളം അനുഗ്രഹങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതും ഒക്കെ വന്നു കിട്ടുമ്പോൾ ആ റബ്ബിനോട് എങ്ങനെ നന്ദികേട് കാണിക്കും എന്നൊരു ലജ്ജ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വഴിപ്പെടാൻ, ഇബാദത്തുകളിൽ മുഴുകാൻ അത് നമ്മെ സഹായിക്കും. ഏതൊരു അനുഗ്രഹമുണ്ടോ റബ്ബിൽ നിന്നാണ് എന്ന ചിന്ത സദാസമയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നൽകിയതിന് പകരമായി റബ്ബിന് കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളാവാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. സൂറത്തുൻ നഹൽ 16-ാമത്തെ അധ്യായം, സൂറത്തുൻ നിഅം എന്നുകൂടി അതിനൊരു പേരുണ്ട്. ആ സൂറത്ത് പ്രിയമുള്ളവരെ നമ്മളൊന്ന് പാരായണം ചെയ്ത് നോക്കണം, അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് വായിച്ചു നോക്കണം. അതിൽ മുഴുവനും അള്ളാഹു അനുഗ്രഹങ്ങളാണ് എണ്ണിപ്പറഞ്ഞിട്ടുള്ളത്. ആദ്യം മുതൽ അവസാനം വരെ അനേകം അനുഗ്രഹങ്ങൾ അള്ളാഹു അതിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്തു നിഅം എന്നുകൂടി അതിന് പേര് വന്നത്, അനുഗ്രഹങ്ങളുടെ സൂറത്ത്. അഥവാ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു അതിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ. അപ്രകാരമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകുന്നത്. എന്തിനാണ് അള്ളാഹു നമുക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നൽകിയത്? നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരുവാൻ, അള്ളാഹുവിന് വഴിപ്പെടുന്നവരായി തീരുവാൻ. അതുകൊണ്ട് ആ വഴിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ പ്രിയമുള്ളവർ എന്തു വേണം? ചിന്തിക്കണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അതിന് നന്ദി കാണിക്കണം എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകും. എങ്ങനെയാണ് പ്രിയമുള്ളവരെ നന്ദി കാണിക്കുക? നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, ഇത് റബ്ബിൻ്റെ അനുഗ്രഹമാണ്, ഇതൊരാളും നമുക്ക് നൽകിയതല്ല, ഇതെൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്, ഇതല്ലെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന ഉറച്ച വിശ്വാസം ഹൃദയം കൊണ്ട്, അതുപോലെ നാവ് കൊണ്ടത് പറയണം. അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയാൻ പൊങ്ങച്ചത്തിനു വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന് നന്ദി പറയാൻ വേണ്ടി. ഏതൊരു അനുഗ്രഹം വന്നു കിട്ടിയാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാ എന്നത് കലിമത്തു കുല്ലി ഷാക്കിർ, നന്ദിയുള്ള ഓരോരുത്തൻ്റെയും ഓരോ അടിമയുടെയും വാക്കാണത്. അതുപോലെ പ്രിയമുള്ളവരെ അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കണം. അഥവാ ഈ കണ്ടതെല്ലാം ഇതെല്ലാം റബ്ബ് നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത രൂപത്തിൽ അത് ചിലവഴിക്കാൻ പാടില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടുമെല്ലാം അള്ളാഹുവിന് നന്ദി കാണിക്കണം. ചിന്തിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തത്തോടുള്ള അത്ഭുതം കൂറൽ ഇല്ലാതെയാവും. ഞാനെന്തോ വലിയ സംഭവമാണ് എന്നൊരിക്കലും നമ്മെക്കുറിച്ച് തോന്നുകയില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഞാനൊന്നുമല്ല,
ഞാൻ കോടാനുകോടി വരുന്ന റബ്ബിൻ്റെ സൃഷ്ടികളിൽ ദുർബലനായ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് നമുക്ക് നമ്മെക്കുറിച്ച് തോന്നും. അല്ലെങ്കിലോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ വെട്ടിപ്പൊടിച്ചതാണ്, എൻ്റെതാണ്, ഞാൻ, എൻ്റെത്, എനിക്ക് എന്ന വാക്കുകൾ നമ്മുടെ നാവിലൂടെ വരും. ഈ 4 കാര്യങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ ചുരുക്കം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കുക, അതിന് നന്ദി കാണിക്കുന്നവരായിരിക്കുക. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അള്ളാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തുക. അള്ളാഹു അവർക്ക് ശിഫാ നൽകുമാറാവട്ടെ, സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.